നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഖത്തറിൽ 442 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 678 പേർ രാജ്യത്ത് രോഗമുക്തി നേടി. ആകെ 3,47,821 പേരാണ് ഇതുവരെ രോഗമുക്തരായിട്ടുള്ളത്. പുതുതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ 391 പേർക്ക് സമ്പർക്കത്തിലൂടെയും 51 പേർക്ക് വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയവരുമാണ്. കോവിഡ് ബാധിച്ച് പുതിയതായി മരണങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 662 പേരാണ് ഖത്തറിൽ ആകെ കോവിഡ് ബാധിച്ച് മരിച്ചത്. ആകെ 3,54,222 പേർക്കാണ് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് 2 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. രോഗബാധിതരിൽ 832 പേരുടെ നില ഗുരുതരമാണ്. നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 18,804 പേരാണ്. ഗുരുതര നിലയിലുള്ളവർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ബാക്കിയുള്ളവരുടെ നില തൃപ്തികരമാണ്. അതേസമയം 24 മണിക്കൂറിനിടെ 1013 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. നിലവിലെ രോഗികളിൽ 2136 പേർ സുഖം പ്രാപിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത ആകെ കേസുകളുടെ എണ്ണം 7,39,344 ആകെ രോഗമുക്തരുടെ എണ്ണം 7,11,556 ഉയർന്നു. ഷാർജയിൽ നിന്നും മറ്റ് എമിറേറ്റിൽ നിന്നും ദുബായിലേക്ക് താമസം മാറ്റുന്നവരുടെ എണ്ണം കുറയുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കോവിഡ് രാജ്യത്ത് പടർന്നു പിടിച്ചതിനാൽ തന്നെ രാജ്യത്തിന്റെ പല ഭാഗത്തും താമസ സ്ഥലങ്ങൾക്ക് വാടക കുറഞ്ഞിരുന്നു. എന്നാൽ കോവിഡ് നിയന്ത്രണ വിധേയമായപ്പോൾ താമസ നിരക്ക് കൂട്ടാൻ ഒരുങ്ങിയിരിക്കുകയാണ് ദുബായ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2 വർഷമായി വാടക നിരക്ക് 70,000-ലേക്ക് എത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഷാർജയിൽ നിന്നും മറ്റും കൂടുതൽ കുടുംബങ്ങൾ ദുബായിലേക്ക് താമസം മാറിയിരുന്നു. എന്നാൽ ഇപ്പോൾ വിപണി വീണ്ടും സജീവമായി തുടങ്ങിയിരിക്കുകയാണ്. ഇതോടെ പല സ്ഥലത്തും വാടക വർദ്ധിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇസ്രാ മിറാജ് പ്രമാണിച്ച് ഒമാനിൽ പൊതു അവധി പ്രഖ്യാപിച്ചു. മാർച്ച് 1-ന് രാജ്യത്തെ പൊതു സ്വകാര്യ മേഖലകൾക്ക് അവധി ആയിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. സൗദി അറേബ്യ സ്ഥാപിതമായതിന്റെ സന്തോഷ സൂചകമായി എല്ലാ വർഷവും ഫെബ്രുവരി 22-ന് രാജ്യത്ത് പൊതു അവധി ആയിരിക്കുമെന്ന് സൽമാൻ രാജാവ് പ്രഖ്യാപിച്ചു. സൗദി പ്രസ് ഏജൻസിയാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത്. കാഴ്ചകളുടെ ത്രിലോകം മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ നാളെ തുറക്കും. സന്ദർശകരെ കാത്തിരിക്കുകയാണ് ഭൂതകാലവും ഭാവിയും വർത്തമാനവും ഒരുമിക്കുന്ന അത്ഭുത ലോകം. എമിറേറ്റ്സ് ടവേഴ്സ്, ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്റർ, ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ എന്നിവയ്ക്ക് സമീപമാണ് പരമ്പരാഗത ആധുനിക വാസ്തുശില്പ വിദ്യകൾ ഒരുമിക്കുന്ന മ്യൂസിയം. ലോകത്തെ ഏറ്റവും ഭംഗിയും പുതുമകളുമുള്ള 14 മ്യൂസിയങ്ങളിലൊന്ന്. സ്വദേശി കലാകാരൻ മത്തർ ബിൻ ലഹേജ് രൂപകൽപ്പന ചെയ്ത 14,000 മീറ്റർ അറബിക് കലിഗ്രാഫി കാണാം. സൗദിയിലേക്കുള്ള മടക്കയാത്ര വിമാനത്താവളങ്ങളിൽ വെച്ച് മുടങ്ങുന്നതായുള്ള യാത്രക്കാരുടെ പരാതിയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ബൂസ്റ്റർ ഡോസ് എടുക്കാതെ തന്നെ ഇമ്മ്യൂൺ പദവി നഷ്ടമാകുന്നവർക്ക് ബോർഡിംഗ് പാസ് ലഭിക്കാത്തതാണ് യാത്ര മുടങ്ങാൻ കാരണം. പ്രത്യേക പരിഗണന നൽകി ബൂസ്റ്റർ ഡോസ് നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് പ്രവാസികളുടെ ആവശ്യം. സൗദിയിലേക്കുള്ള മടക്കയാത്രയിൽ വിമാനത്താവളങ്ങളിൽ വെച്ച് മടങ്ങിപ്പോകേണ്ടി വരുന്നതായി നിരവധി യാത്രക്കാരാണ് ഇപ്പോൾ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. സൗദിയിൽ ഫെബ്രുവരി മുതൽ ബൂസ്റ്റർ ഡോസ് നിർബന്ധമായതോടെയാണ് പുതിയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത്. കുവൈറ്റ് തൊഴിൽ വിപണിയിൽ നിന്ന് പ്രവാസികളുടെ കൊഴിഞ്ഞുപോക്ക് വർദ്ധിച്ചതായി റിപ്പോർട്ട്. സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ത്രൈമാസ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. കൊഴിഞ്ഞുപോക്കിൽ 1-ാം സ്ഥാനത്ത് ഇന്ത്യക്കാർ ആണെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ത്രൈമാസ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ തൊഴിലാളികളുടെ എണ്ണത്തിൽ 16.1% കുറവ് രേഖപ്പെടുത്തിയത്. പുതിയ തൊഴിൽ നിയമം ഈ മാസം ആദ്യം നടപ്പായതോടെ 15 വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് ദുബായിൽ സ്വകാര്യ കമ്പനിയിൽ പാർട്ട് ടൈം ജോലിയോ ഇന്റേൺഷിപ്പോ ചെയ്യാൻ അവസരം. 2 തരത്തിൽ കൗമാരക്കാർക്ക് പരമാവധി 1 വർഷം വരെ ജോലി നൽകാം. ജുവനൈൽ പെർമിറ്റ്, സ്റ്റുഡന്റ് ട്രെയിനിങ് പെർമിറ്റ് എന്നിങ്ങനെ 2 രീതിയിലാണ് അത് സാധിക്കുക. 15 വയസ്സിൽ താഴെയുള്ളവർ ജോലി ചെയ്യുന്നതിന് UAE-യിൽ നിരോധനമുണ്ട്. ഖത്തർ എയർവേസ് വിമാനങ്ങളിൽ ഇനി യാത്രക്കാർക്ക് ഫേസ് ഷീൽഡ് നിർബന്ധമല്ല. എന്നാൽ യാത്രയിലുടനീളം ഫേസ് മാസ്ക് ധരിക്കണം. ഖത്തർ എയർവേസിന്റെ ഒരു സർവീസിലും ഫേസ് ഷീൽഡ് നിർബന്ധമായിരിക്കില്ല. കോവിഡ് വ്യാപനത്തിൽ ഗണ്യമായ കുറവ് ഉണ്ടായ സാഹചര്യത്തിലാണ് ഫേസ് ഷീൽഡ് ധരിക്കണമെന്ന നിബന്ധനയിൽ ഇളവ് നൽകിയിരിക്കുന്നത്.
എന്നാൽ യാത്രക്കാരുടെയും വിമാന ജീവനക്കാരുടെയും സുരക്ഷ മുൻനിർത്തിയാണ് മാസ്ക് നിർബന്ധമാക്കിയത്. ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.